നമുക്കിന്ന് പരിപ്പ് കറി ഉണ്ടാക്കാവേ. ഈസിയാണ് കേട്ടോ ഈ പരിപ്പ് കറി. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. വേറെ പരിപ്പിനൊന്നും എനിക്കിത്രയും ടേസ്റ്റ് തോന്നിയിട്ടില്ല. അതാണ് ഞാൻ എപ്പോഴും തുവരപ്പരിപ്പ് ചൂസ് ചെയ്യുന്നത്. ഞാൻ 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പാത്രത്തിലേക്കിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം കേട്ടോ. ഞാനിത് കഴുകിയെടുത്ത പരിപ്പാണ്. ഇനി നമുക്കിതങ്ങ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ. പരിപ്പിന്റെ അളവിന്റെ മുകളിൽ നിൽക്കണം വെള്ളം. ഇനി കുക്കർ അടച്ച് ഒരു 4 വിസില്. എന്നിട്ടങ്ങ് കുക്കർ തുറന്നാല് പരിപ്പ് നല്ലതുപോലെ വെന്തിട്ട് കാണും കേട്ടോ. എനിക്കിതുപോലെ വെന്തിരിക്കുന്നതാണ് ഇഷ്ടം. ഇനി ഇതങ്ങ് തവി കൊണ്ട് ഇളക്കി കൊടുത്താല് ഉടഞ്ഞു കിട്ടും കേട്ടോ. ഈ സമയത്ത് നമുക്ക് പരിപ്പിലേക്ക് വേണ്ട അരപ്പുണ്ടാക്കാവേ. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 പിടി തേങ്ങായും 4-5 കാന്താരി മുളകും 1/4 ടേബിൾ സ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. ഇനി ഈ അരപ്പങ്ങ് പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ ആവശ്യത്തിന് വെള്ളവും. ഇനിയിപ്പം ഫ്ലെയിം ഓൺ ചെയ്തേക്കാവേ. അരപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ തിളച്ചു പോകരുത് കേട്ടോ. ചൂടാകുകയേ ചെയ്യാവുള്ളേ. ഇനി അവസാനം താളിച്ചിടണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചുമന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് താളിച്ച് പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം. താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇളക്കരുത് കേട്ടോ. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വെയിറ്റ് ചെയ്ത് വേണം ഇളക്കാൻ. എന്നാലേ അതിന്റെ റിയൽ ടേസ്റ്റ് കിട്ടത്തുള്ളേ.